ഇന്ന് ശ്രീ മഹാദേവി ഭാഗവതത്തിലെ മറ്റൊരു കഥയാണ് പറയുന്നത്. കഥ പാർവതി ദേവിയുടെ ജന്മകഥയാണ് പറയുന്നത്. എന്താണ്, മഹാദേവൻ ഉഗ്രമായിട്ട് തപസ്സനുഷ്ഠിക്കുകയാണ്. എന്താണ് തപസ്സനുഷ്ഠിക്കുന്നത്? സതീദേവി മരിച്ചതിന് ശേഷം വീണ്ടും ദേവി തന്നെ തൻ്റെ പത്നിയായി തീരാൻ വേണ്ടിയിട്ട് തപസ്സനുഷ്ഠിക്കുകയാണ്. അപ്പോൾ ആ കാലത്ത് എന്താണ്, താരകൻ എന്ന് പറഞ്ഞൊരു അസുരനുണ്ടാവും. അയാൾ ഭയങ്കര ഉപദ്രവകാരിയായിരിക്കും. കാരണം എന്താണ്, ബ്രഹ്മാവിനോടൊരു വരം മേടിക്കും. എന്താണ്, എന്നെ എങ്ങനെ ആർക്കും കൊല്ലാൻ പാടില്ല. അഥവാ എന്താണ്, കൊല്ലുകയാണെങ്കിൽ ആരും കൊല്ലണം എന്ന് പറയുന്നത്. മഹാദേവനും പത്നിക്കും ഒരു കുട്ടി ഉണ്ടായിട്ട് അവർ മാത്രമേ എന്നെ കൊല്ലാൻ പാടുള്ളൂ എന്നും പറഞ്ഞിട്ട് ഒരു വരമൊക്കെ ബ്രഹ്മാവിനോട് മേടിക്കുക. എൻ്റെ മേടിക്കാൻ കാരണം അയാൾ കേട്ടിട്ടുണ്ടാവും. കാരണം എന്താണ്, കൈലാസവാസൻ ഭയങ്കരമായിട്ട് അതിശക്തിയായിട്ട് തപസ്സനുഷ്ഠിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പത്നിയാണെങ്കിൽ ദഹിച്ചു പോയിട്ടുണ്ട്. ഇനി അദ്ദേഹം വേറൊരു നാരീനെ വിവാഹവും കഴിക്കില്ല. അത്ര വൈരാഗ്യത്തോടെയാണ് ആര്, കൈലാസവാസൻ മഹാദേവൻ തപസ്സനുഷ്ഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരാൾ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ കുട്ടികളുണ്ടാവുക? കുട്ടികളില്ലെങ്കിൽ എനിക്ക് ആജീവനാന്തകാലം എന്താണ്, മരണമില്ലാതെ എങ്ങനെ ജീവിയായിട്ട് വാഴാൻ കഴിയും. അങ്ങനെയൊക്കെയുള്ള ദൃഢവിശ്വാസത്തോടെയാണ് ബ്രഹ്മാവിൻ്റെ അടുത്ത് വരം ചോദിക്കുന്നത്. അങ്ങനെ വരമൊക്കെ കിട്ടിയപ്പോൾ ഇയാൾ ഭയങ്കരമായിട്ട് അഹങ്കാരിയായിട്ട് തീരും. അങ്ങനെ ദേവലോകമൊക്കെ ആക്രമിച്ചിട്ട് സ്വയം ദേവേന്ദ്രനായിട്ട് അങ്ങോട്ട് അഭിഷിക്തനാവുന്ന. അപ്പോൾ ദേവന്മാരൊന്നും ഒരു ആശ്രയവും ഇല്ലാതെ ലോകം വെടിഞ്ഞ് സർലോകം വെടിഞ്ഞിട്ട് കാടുകളിലൊക്കെ അഭയം പ്രാപിക്കുന്ന. അപ്പോൾ ഇയാളെന്താ ചെയ്യുക? മഹർഷിമാരെയും വെറുതെ വിടൂല. ഏത് മുനീനെ കണ്ടാലും എന്താണ് പറയുക, അവൻ്റെ മീശ കരിച്ചിട്ട് അവനെ ശൂലത്ത് കുത്തിക്കോർക്കണം എന്നായിരുന്നു അനുചരന്മാർക്ക് ഇയാൾ കൊടുത്ത കൽപ്പന. അങ്ങനെ താരകനൊരു ജ്യേഷ്ഠനും ഉണ്ട്, ശൂരപത്മാസുരൻ. അയാളും അനിയനെ പോലെ തന്നെ ഉഗ്രപരാക്രമിയേനെ. പിന്നെ രണ്ടുപേരും കൂടി അങ്ങനെ ദേവലോകമൊക്കെ എന്നേക്കായിട്ട് മുടിക്കാൻ തുടങ്ങും. ദേവന്മാർക്ക് യാതൊരു ആശ്രയമില്ല. അങ്ങനെ അവരെന്തൊക്കെ സങ്കടം പറയാൻ ബ്രഹ്മാവിൻ്റെ അടുത്ത് പോകും. അപ്പോൾ ബ്രഹ്മാവ് വരെയും കൂട്ടിയിട്ട് എവിടെ പോകുമോ? വിഷ്ണുവിൻ്റെ അടുത്ത് പോകും. എന്താണ്, വൈകുണ്ഠത്ത് പോകുക. അപ്പോൾ വിഷ്ണു പറയും, നിങ്ങൾക്ക് എല്ലാ കാര്യവും അറിയുന്നതല്ലേ, എന്താണ്, അമ്മനെ മാത്രമേ ഇനി ആശ്രയിച്ചിട്ട് നിങ്ങൾ കാര്യമുള്ളൂ. നിങ്ങളെല്ലാവരും കൂടിയിട്ട് ഹിമവൽ പാർശ്വത്തിൽ പോയിട്ട് തപസ് ചെയ്തിട്ട് അമ്മയെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് അമ്മേനോട് സങ്കടം പറയും. പിന്നെയാണെങ്കിൽ ആ രാജരാജേശ്വരി എന്താണ്, ആവാസ പുണ്യസ്ഥലത്ത് അമ്മയുടെ ആവാസ പുണ്യസ്ഥലമാണിത് മണിദ്വീപ്. അവിടെ എന്താണ്, തൻ്റെ ജന്മം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അമ്മ അണിഞ്ഞൊരുകയാണ്. അപ്പോൾ അത് എത്രയും പെട്ടെന്നാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേഗം തന്നെ അമ്മേനെ ആശ്രയിക്കാമെന്ന് പറയും. അപ്പോൾ എല്ലാവരും ഇത് കേട്ടപ്പോൾ, നാരായണൻ ഇത് പറയുന്നത് കേട്ടപ്പോൾ ബാക്കി എല്ലാവരും കൂടി എന്താക്കും, ഹിമവൽ പാർശ്വത്തിൽ പോയിട്ട് എന്താണ് 7 ദിവസം എന്താണ് ഇവർ ആഹാരങ്ങളും ജലപാനങ്ങളും ഒക്കെ ഉപേക്ഷിച്ചിട്ട് അമ്മേനെ സ്തുതിക്കുന്നതാണ്. അപ്പം മേടമാസത്തിലെ ശീതപക്ഷ നവമി വെള്ളിയാഴ്ചയും കൂടിയ ദിവസം എന്താണ്, കോടി മാർത്താണ്ഡ പ്രഭയോടും എന്നാലെന്താണെന്ന് 1000 ചന്ദ്രൻ്റെ കുളിർമയോടെ വേദധ്വനികൾ മുഴങ്ങിക്കൊണ്ടിരിക്കുക. എന്താണ്, എങ്ങു നിന്നോ എന്താണ് ഒരു മണിനാഥ അലയടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എന്താ, കരണചരണരഹിതയും ആദിമധ്യാന്തവിഹീനയുമായ ഗാത്രത്തോടെ സ്ത്രീയോ പുരുഷനോ നപുംസകമോ എന്നറിയാൻ പാടില്ലാത്ത വിധം എന്താണ് ലോകമാതാവ് ആതിഥേയന്മാർക്ക് പ്രത്യക്ഷ ദർശനം നൽകും. എന്താണ്, ആ ദിവ്യാത്ഭുത കാഞ്ചന വിഗ്രഹത്തിൽ നിന്ന് തിളങ്ങി പ്രകാശിച്ച തേജസ്സിൽ ദേവന്മാരെ കണ്ണ് താനെ അടഞ്ഞു പോകും. വീണ്ടും ഒരു കണ്ണ് ചിമ്മി തുറന്ന് നോക്കിയപ്പോൾ എന്താണ്, ആ തേജസ് എന്താവും, മനോഹരാംഗിയായ ഒരു ദിവ്യ തരുണിയുടെ രൂപം കൊണ്ടിട്ട് കാരുണ്യാമൃതം പൊഴിച്ചുകൊണ്ട് തങ്ങളുടെ മുൻപിൽ നിൽക്കുന്നതായി അവർക്ക് തോന്നും. അപ്പം എന്താണ്, ഭക്തിയാലുളവായ കണ്ണുനീര് കൊണ്ട് നിറഞ്ഞ നേത്രങ്ങളോടെ അവർ ജഗന്മോഹന ദിവ്യഗാത്രത്തിൻ്റെ മുൻപിൽ പ്രണാമം ചെയ്യും. എന്നിട്ട് കരഞ്ഞുകൊണ്ട് അവർ പറയുന്നത്, ലോകമാതാവേ സർവേശ്വരി, നിന്തിരുവടി സർവ്വവും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സർവജ്ഞയല്ലേ, ഈ ഘോരന്മാരായ താരകാസുരനെ കൊണ്ട് ഞങ്ങൾ
ഗതി കെട്ടിട്ടുണ്ട്. അവൻ്റെ പീഡനങ്ങളിൽ നിന്നിട്ട് ഞങ്ങളെങ്ങനെയെങ്കിലും അമ്മ രക്ഷിക്കണം, ഞങ്ങളെ രക്ഷിക്കാൻ അമ്മയില്ലാതെ ഈ ലോകത്ത് മറ്റാരുമില്ല. എന്താണ് ശിവാത്മജനെ കൊണ്ട് മാത്രമേ ആ ദുരാത്മാവിന് മരണമുള്ളൂ എന്ന് ബ്രഹ്മാവ് ഒരു വരവും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഭഗവാനാണെങ്കിലോ സതീദേവീൻ്റെ ദേഹത്യാഗത്തിന് ശേഷം സർവ്വ വിഷയ ചിന്തകളും വെടിഞ്ഞിട്ട് സദാ സർവസംഘപരിത്യാഗിയായിട്ട് അത്രയ്ക്കും ശക്തിയുള്ള തപസ്സിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ അദ്ദേഹത്തിനൊരു പുത്രനുണ്ടാകും. അതുകൊണ്ട് പരബ്രഹ്മസ്വരൂപിണിയായ നിന്തിരുവടി തന്നെ അടിയങ്ങളെ അനുഗ്രഹിക്കണം, ഇല്ലെങ്കിൽ അമരലോകം അവനെ അസുരലോകമാക്കി മാറ്റുമെന്ന് അമ്മയോട് പറയൂ. അപ്പോൾ അമ്മ മന്ദസ്മിതത്തോടെ പറയുന്നത്, നിങ്ങൾ വിഷമിക്കേണ്ട, എന്നെ ശരണം പ്രാപിച്ച് തപസ്സനുഷ്ഠിക്കുന്ന ഹിമവാൻ്റെ പുത്രിയായിട്ട് ഞാൻ താമസം വിനാ തന്നെ അവതരിക്കുന്നു പറയുന്ന ഗിരിയുടെ പുത്രിയായതിനാൽ ഗൗരി എന്നും പർവ്വതത്തിൻ്റെ നന്ദിനിയാകുന്നതിനാൽ പാർവതി എന്ന് എനിക്ക് പേരുണ്ടാകും കേട്ടോ. അപ്പം ഹിമവാൻ എന്താക്കും, എന്നെ പത്നിയായിട്ട് ശൈലേശ്വരനെ പത്നിയായിട്ട് ദാനം ചെയ്യും എന്നെ എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പം സന്യാസം സ്വീകരിച്ചിട്ട് യോഗീശ്വരനായി കഴിയുന്ന ഭോഗീന്ദ്രഭൂഷണെ ശൈലകന്യകയായി തീരുന്ന എന്നെ വേൾക്കാനുള്ള സർവ്വ സാഹചര്യങ്ങളും നിങ്ങൾ എന്നെ എനിക്ക് ഒരുക്കിത്തരണം എന്ന് പറയുന്നേ. അപ്പം ഹിമവാൻ എന്താക്കും, ദിവ്യജ്ഞാനത്താൽ ദേവിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവിടെ മനുഷ്യാകൃതി പൂണ്ടിട്ട് വരും. എന്നിട്ട് ദേവീനെ തൊഴുതുകൊണ്ട് ഉണർത്തിക്കുന്നത് സർവ്വബ്രഹ്മാണ്ഡ കോടികളും യാതൊരു ദേവിയിൽ അന്തർഭവിച്ചിരിക്കുന്നോ ത്രിമൂർത്തികൾ പോലും യാതൊരു ദേവിയുടെ അനുഗ്രഹത്താൽ സൃഷ്ടിസ്ഥിതി സംഹാരകർമ്മങ്ങൾ നിർവിഘ്നം നടത്തുന്നുവോ ആ പരാശക്തിയായ ദേവി അടിയൻ്റെ മകളായി ഗൗരിയായും പാർവതിയായി അവതരിക്കാൻ ഉദ്ദേശിക്കുന്നത് അടിയൻ്റെ പൂർവ്വപുണ്യ സുഹൃതത്തിൻ്റെ ഫലം കൊണ്ട് മാത്രമാണ്. അങ്ങനെയുള്ള ദേവിക്ക് അടിയൻ്റെ കോടി നമസ്കാരം എന്ന് പറയുന്നത്. അടിയൻ്റെ തപസ്സിൻ്റെ ഫലം അടിയനെ സിദ്ധിക്കുമാറാകട്ടെ എന്ന് പറയും. അങ്ങനെ ദേവീൻ്റെ കാലിൽ വീണ് നമസ്കരിക്കുന്ന അങ്ങനെ ദേവകൾ തൊഴുതുകൊണ്ടിട്ട് ദേവിയുടെ തിരുനാമങ്ങൾ ഉച്ചത്തിൽ വാഴ്ത്തി സ്തുതിക്കും. ആ സമയം അമ്മ ആകാശത്ത് മറയുന്നതാ. അപ്പോൾ അമ്മ അങ്ങനെ മേനാദേവിയുടെ മകളായി തന്നെ ജനിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു കാരണം കൂടിയുണ്ട്. പണ്ട് സതീദേവിനെ മഹാദേവൻ വിവാഹം കഴിച്ച സമയത്ത് എല്ലാവരും അങ്ങനെ കൈലാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവില്ലേ ദേവീനെ. അങ്ങനെ സതീദേവിയും ശിവഭഗവാനും കൂടി അവിടെ എത്തുമ്പോൾ എല്ലാവരും ഗന്ധർവന്മാർ ഗന്ധർവന്മാർ ദേവാദിദേവന്മാർ മഹർഷിമാർ കിന്നരന്മാർ ദേവസ്ത്രീകൾ താപസന്മാർ എല്ലാവരും ആരെ കാണാൻ, ദേവീദേവനെയും കാണാൻ വേണ്ടിയിട്ട് കൈലാസത്തിൽ വരുന്നതാണ്. അപ്പം കീർത്തിമാനായ സുമേരുവിൻ്റെ പുത്രിയാണ് മേനാദേവി. സുമേരിൻ്റെ പുത്രിയാണ്, ഹിമവാൻ്റെ ധർമ്മപത്നിയാണ്. അപ്പോൾ ആ മേനാദേവിയും എല്ലാവരും തൻ്റെ തോഴിമാരെപ്പോഴും എവിടെ എത്തിച്ചേർന്നിരുന്നു, കൈലാസത്തിൽ ഭഗവാനെയും സതീദേവീനെയും കഴിച്ച് കാണാൻ വേണ്ടിയിട്ട് അവിടെ എത്തിച്ചേർന്നിനി. അപ്പം എല്ലാവരും ദേവന്മാരൊക്കെ പുഷ്പവർഷം കൊണ്ടിട്ട് അമ്മേനെ ആരാധിക്കും. അപ്പം മേനാദേവി ഇങ്ങനെ ആലോചിക്കുന്നത്, സുന്ദരിമാരിൽ വെച്ച് അത്യുത്തമയായ സതീദേവീനെ കണ്ടിട്ട് സന്തോഷം വർദ്ധിച്ചിട്ട് മേനാദേവി ഇങ്ങനെ ചിന്തിക്കുന്നത്, സൗഭാഗ്യവതിയായ ഈ കുമാരി എൻ്റെ മകളാകാനുള്ള പുണ്യം എനിക്കുണ്ടായില്ലല്ലോ. ഇത്ര സൗന്ദര്യ ലോകത്തിൽ ആർക്കാ ഉള്ളത്? ഇവളെ ഗർഭത്തിൽ വഹിച്ച് പ്രസവിച്ച ആ മാതാവാണ് ലോകത്തിൽ ഏറ്റവും ഭാഗ്യം ചെയ്ത ആൾ. മംഗലഗാത്രിയായ ഈ സതീദേവി എൻ്റെ പുത്രിയാകാനുള്ള സംഗതി ഉണ്ടായാലും നിശ്ചയമായും എൻ്റെ ജന്മം സഫലമായില്ലായിരുന്നോ എന്നൊക്കെ ദേവി വിചാരിക്കുന്ന. അപ്പം അങ്ങനെ എൻ്റെ ഈ ആശാസാധ്യത്തിനായിട്ട് ഞാൻ എന്താക്കും, സതീദേവീനെ ഞാൻ എപ്പോഴും ഹൃദയ ഭജിക്കുമെന്ന് വിചാരിക്കും. വിവിധ മേനകാദേവീൻ്റെ മനസ്സിൽ ഓരോരോ കാര്യം വേരൂന്നി അതാണെങ്കിൽ മനസ്സിൽ എന്നെ വേര് ഉറച്ചു പോവുകയും ചെയ്ത്. അങ്ങനെ പിറ്റേ ദിവസം മുതൽ മേനാദേവി എന്താക്കൂ, ഒരു സമയം നിർണയിച്ചിട്ട് മുടങ്ങാതെ ദിവസം തോറും സതീദേവീനെ ദർശനം നടത്തും. എന്നിട്ട് ഹൃദയം കൊണ്ട് എന്താക്കും, ദേവി ഇതെൻ്റെ മകളായി തീരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും.
അങ്ങനെ പാദസേവയ്ക്കായി നിത്യവും വന്നുകൊണ്ടിരുന്ന ഹിമവൽ പത്നിയിൽ എന്താണ്, ഓരോ ദിവസം കഴിയുന്തോറും സതീദേവിക്ക് വാത്സല്യവും കൂടിക്കൂടി വരും. അങ്ങനെ എന്താണ്, അപ്പോൾ ഈ അമ്മയുടെ മകളായിട്ട് ജനിക്കാൻ അതും ഒരു കാരണമായിരുന്നു. അങ്ങനെയാണ് അമ്മേൻ്റെ മകളായിട്ട് ജനിക്കുന്നത്. പിന്നെന്താണ്, അങ്ങനെ പിന്നെ ദേവി എന്താണ് ഹിമവാൻ്റെ പുത്രിയായിട്ട് ജനിക്കുന്നതാണ്. അപ്പം എന്താണ് ഹിമവാൻ പിന്നെ എന്താണ് ദേവി ജനിച്ചെന്ന്, മേനാദേവിയുടെ ഗർഭത്തിൽ നിന്ന് അമ്മ ജനിച്ചെന്ന് കേട്ടപ്പോൾ എന്താണ് ലോകം മുഴുവൻ പുഷ്പവർഷം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ എന്താണ് ലീലാർത്ഥമായിട്ട് ജനന മുഹൂർത്തത്തിൽ അമ്മ എന്താണ് 8 തൃക്കൈകളും 3 വിശാല വിലോചനങ്ങളും ലോകമെങ്ങും നിറഞ്ഞ് പ്രകാശിക്കത്തക്ക ദിവ്യകാന്തിയും മനോഹരമായ കടാക്ഷവും ഭവ്യമായ മുഖശോഭയും പൂണ്ടിട്ട് വിളങ്ങിയിട്ടാണ് ഉണ്ടാവുക. എന്താണ് അമ്പിളിക്കീറണിഞ്ഞിട്ടുള്ള ആദിശക്തിയായ തമ്പുരാട്ടീൻ്റെ ജന്മവാർത്ത ഗ്രഹിച്ച ഉടനെ ഹിമവാൻ എന്താക്കും, രാജ്യം മുഴുവൻ ഹിമവാൻ ഭയങ്കര സന്തോഷത്തിൽ പൃഥ്വീശ്വരന്മാർക്ക് അനവധി വിത്തങ്ങളും വസ്ത്രങ്ങളും ഗോക്കളും ഗ്രാമങ്ങളും ഒക്കെ ദാനം ചെയ്യുന്നതാണ്. അതിൻ്റെ ശേഷം പുത്രീനെ കണ്ടിട്ട് എത്രയോ സന്തോഷിക്കുന്ന, അപ്പം എന്താണ് പുത്രിയാണെന്നുള്ള ഭാവം തന്നെ അദ്ദേഹം മറന്നു പോകുന്നതാണ്. അപ്പം എന്താണ് ഈ പുത്രി സാക്ഷാൽ പരാശക്തിയാണെന്ന് ആർക്കറിയാം, ഹിമവാൻ അറിയല്ലേ. അങ്ങനെയുള്ള പരിപൂർണ ബോധ്യമുള്ളതിനെ കൊണ്ട് പുത്രീഭാവത്തിനെ തന്നെ അദ്ദേഹം വിസ്മരിച്ചിട്ട് നമസ്കരിക്കുക. എന്നിട്ട് ഗൽഗതകണ്ഠനായിട്ട് വന്നിച്ചുണർത്തിക്കുന്നത്, അംബികെ ലക്ഷണയുക്തയും വിചിത്ര സ്വരൂപിണിയായ ദേവി ആരാണെന്ന് ഞാൻ വഴിയാമണ്ണ അറിയുന്നില്ല, കനിവ് തോന്നി പറയുമാറാകണമെന്ന് പറയുന്നതാണ്. അപ്പോൾ ദേവി പറയുന്നത് എന്താ, ഐശ്വര്യ വിജ്ഞാനമൂർത്തിയും ശാശ്വതിയും പരാശക്തിയുമാണ് ഞാൻ. എന്താണ് മഹേശ്വരനാൽ ആശ്രയിക്കപ്പെട്ടവളാണ്. സർവപ്രവർത്തികയെ ഞാൻ തന്നെയാണ് സൃഷ്ടിസ്ഥിതി വിനാശങ്ങളെ നടത്തി വരുന്നത്. സംസാര സങ്കട സംഹാരിണിയും സകലാന്തരസ്ഥിതയും ആനന്ദസ്വരൂപിണിയും നിത്യയുമായ ഞാൻ എന്താ മാതാവ് ആരാണ്, മേനാദേവി. മാതാവും എൻ്റെ പിതാവായ ഭവാനും ഉഗ്രമായി ചെയ്ത തപസ്സിനാൽ പ്രസന്നയായിട്ട് ഈ വിധം നിങ്ങൾക്ക് മകളായിട്ട് ഭവിച്ചിട്ടുള്ളതാണ് എന്നാണ് പറയുക. അങ്ങനെ ആണ് എന്താണ് പാർവതീ ജനനം. ഇനി കുറച്ച് ഭാഗം അടുത്ത തവണ പറയാം. എന്താണ് ഭഗവതി ഗീതയൊക്കെയാണ്, നല്ലതാണ് കേൾക്കുന്നത്. കേട്ടാൽ അപ്പം തന്നെ നമ്മൾക്ക് മോക്ഷം, അത് കേൾക്കുന്ന ഏതൊരുവനാണ് അവന് മോക്ഷം കൈവരുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ പറയണമെങ്കിൽ ഒരുപാടുണ്ട്, അതുകൊണ്ടാണ് പറയാത്തത്. അടുത്ത തവണ എന്തായാലും പറയും. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റ് അറിഞ്ഞോ അറിയാതെയോ വന്ന് പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഞാൻ പറയുന്നത് ഇഷ്ടമായാൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഇതെല്ലാവരും ഒന്ന് കേൾക്കണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളെല്ലാവരും കേട്ടിരിക്കേണ്ടതാണ്, അതുകൊണ്ടാണ്.